തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയായി അത് മാറുമ്പോൾ ചൂടും ചൂരും വീറും വാശിയുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടു. അതൊക്കെ എങ്ങനെയായിരിക്കും, ആർക്ക് അനുകൂലമാകുമെന്നൊന്ന് സാധ്യതകൾ വെച്ചൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കോട്ടയത്ത് നിന്നും ഷിനോജാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷിനോജ്, കോട്ടയത്ത് രണ്ട് ക്യാമ്പുകളിൽ നിന്നുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? മൂന്നാമത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ അവകാശവാദങ്ങൾ ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ, മറ്റ് കാണുന്ന ചർച്ച ചെയ്യപ്പെട്ട അടിയൊഴുക്കുകൾ എന്തൊക്കെയായിരുന്നു കോട്ടയത്ത്? പ്രതീക്ഷയെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ മൂന്ന് കൂട്ടർക്കും പറയാൻ ഒത്തിരി കാരണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ട്. നാളെ 8 മണി വരെ എന്തായാലും ഇരു മുന്നണികളെയും, അത് പ്രധാനപ്പെട്ട LDF UDF കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പും ഇവരെ സംബന്ധിച്ച് കേവലം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഇരു കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കിട്ടില്ല എന്നൊരു ഏകദേശ ധാരണ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ തോമസ് ചാഴിക്കാടൻ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ MP ഇല്ലാത്ത ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് എമ്മിന് തുടരേണ്ടി വരും. അത് അവരുടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കൂടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDFും അതുപോലെ തന്നെ തോമസ് ചാഴിക്കാടനും ഒക്കെ ഉള്ളത്. മറുവശത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പരാജയപ്പെടുകയാണെങ്കിൽ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകും. കോൺഗ്രസിന് ഈസിയായി ജയിച്ചു പോകാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകിയപ്പോൾ തന്നെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചാണ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിയത്. അത്തരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇരു പാർട്ടികളും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. മറുവശത്ത് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ, വിജയസാധ്യത എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ചാണെങ്കിൽ വൈക്കത്തും ഏറ്റുമാനൂരിലും പിടിക്കുന്ന വലിയ ലീഡുകളാണ്. പരമ്പരാഗതമായി കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള ലീഡ് ഈ വൈക്കത്തും ഏറ്റുമാനൂരിലുമൊക്കെ LDFിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ പാലായിലും കടുത്തുരുത്തിയിലുമൊക്കെ ലീഡ് നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. പാലായിൽ ജോസ് കെ മാണിയോടുള്ള വ്യക്തിവിരോധമൊന്നും തന്നെ തോമസ് ചാഴിക്കാടനോട് ഇല്ല, ജനങ്ങൾക്കില്ല എന്നുള്ള നിഗമനത്തിലാണ് LDF ക്യാമ്പ് ഇപ്പോൾ അവസാനമൊക്കെ എത്തിയിരിക്കുന്നത്. ആ രീതിയിൽ 4 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുക, മറുവശത്ത് 3 മണ്ഡലങ്ങളിൽ UDF ലീഡ് നേടുമ്പോൾ അതിനേക്കാളൊക്കെ ലീഡ് നേടിക്കൊണ്ട് വിജയിക്കുക എന്നൊരു ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ LDF ക്യാമ്പ് എത്തിയിരിക്കുന്നത്. UDF ആകട്ടെ അതൊന്നുമല്ല, 5 മണ്ഡലങ്ങൾ പാലാ, പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി അതുപോലെ തന്നെ പിറവം, ഈ 5 മണ്ഡലങ്ങളിലും ലീഡ് നേടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരമാവധി ഒരു 40,000 മുതൽ 1,00,000 വരെയുള്ള ഭൂരിപക്ഷമാണ് നിലവിൽ അവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഇതിൽ കോട്ടയത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. ശരി ഷിനോജ്, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി